ഹലോ ഹായ്. 1977 വിടരുന്ന മുട്ടുകൾ എന്ന ഒരു മലയാള ചലച്ചിത്രത്തിലൂടെ ഒരു കുഞ്ഞു കവിതാ രഞ്ജിനി മലയാളത്തിന്റെ ഉർവശിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. 1983 മുന്താണി മുടിച്ച് എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി. പിന്നീട് മലയാളം കണ്ടത് ഒരു ഉർവശി യുഗമായിരുന്നു. ഇതെപ്പോ കൊടുക്കും? എന്ത് അല്ല, സാറിന് അവാർഡ് കൊടുക്കണമെന്നുള്ള ഇങ്ങനത്തെ ഇൻട്രോ കൊടുക്കുന്നത് ബോറുണ്ടോ? ചോദിക്കാനുണ്ടോ? നല്ല ബോറ. ഓക്കെ, എന്നാൽ ഞാൻ എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയാം. അതും ബോറായിരിക്കും, എങ്കിലും പറഞ്ഞു പറയട്ടെ. എക്കാലത്തെ മലയാളത്തിലെ എന്റെ ഫേവറേറ്റ് ആക്ട്രസിൽ ഒരാളാണ് ഉർവശി ചേച്ചി. ഉർവശി ചേച്ചി അഭിനയിച്ചിട്ടുള്ള ഒരുവിധ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. മഴവിൽ കാവടി, ഭരതം, സ്ഫടികം, പിന്നെ ഏതാ തുടങ്ങിയപ്പോ നല്ല തള്ളായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പൊ നല്ല കൺഫ്യൂഷൻ അടിക്കുന്നത്. കുറെ സിനിമകളുടെ ഓർത്തെടുത്ത് പറയണ്ടേ. അതുപോട്ടെ, ചേട്ടൻ ജീവിതത്തിൽ മൊത്തത്തിൽ എത്ര സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും? ഞാൻ എങ്ങനെ പോയാലും ഒരു 500 സിനിമയിലും കണ്ടിട്ടുണ്ട്. ആണല്ലേ? ഉർവശി ചേച്ചി 700 മേളിൽ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഓരോ ദിവസവും ഓരോ സിനിമ വെച്ച് കണ്ടാൽ പോലും ഇനിയും ഒരു 2 വർഷം വേണ്ടി വരും ചേച്ചി അഭിനയിച്ച മൊത്തം സിനിമയും കണ്ടു തീർക്കണമെങ്കിൽ. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഉർവശി ചേച്ചി അഭിനയിച്ച സിനിമകളിലെ കേവലം 25% കണ്ട് ചേച്ചിയുടെ ഫാനായ ഒരാളാണ് ഞാൻ എന്ന് ഞാൻ മാറ്റി പറയാണ്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ സിനിമയിൽ മൊത്തം നോക്കുവാണെങ്കിൽ ചേച്ചിക്ക് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് മഴവിൽ കാവടി. വിക്കിപീഡിയ നോക്കി പഠിക്കുമ്പോൾ വളരെ വൃത്തിയായിട്ട് പഠിക്കണം. ആ വർഷം വർത്തമാനകാലത്തിനും മഴവിൽ കാവടിക്കും ചേർത്താണ് ചേച്ചിക്ക് അവാർഡ് കിട്ടിയത്. ചേച്ചി അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾക്കപ്പുറത്തേക്കും വളരെ പ്രാധാന്യമുള്ള രീതികളാണ്. ഉദാഹരണത്തിന് മിഥുനത്തിൽ അഭിനയിച്ച സുലു, അതായത് കാമുകനയക്കുന്ന കത്തുകൾ സൂക്ഷിച്ചു വെച്ച് കാമുകനെ ടോർച്ചർ ചെയ്യുന്ന സുലു. എന്റെ കാമുക ഏകദേശം ഇതുപോലെ. അന്ന് കത്തുകളായിരുന്നുണ്ടെങ്കിൽ ഇന്ന് വാട്സപ്പ് സ്ക്രീൻഷോട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ പേടിക്കണം, കാരണം ഇങ്ങനെയുള്ള സുലുമാരാണ് തലയാണ മന്ത്രത്തിലെ കാഞ്ചനമാരായിട്ട് കല്യാണം കഴിയുമ്പോഴത്തേക്കും മാറുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഉർവശി ചേച്ചി ചെയ്ത ഓരോ ക്യാരക്ടറുകളും ചേച്ചിക്ക് ചില ക്യാരക്ടറുകൾ ചേച്ചിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ തോന്നുന്നുണ്ട്. കാരണം മലയാള ടെലിവിഷനിലെ സീരിയൽ നടിമാരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കരഞ്ഞാലും ചേച്ചി സ്ത്രീധനത്തിലെ വിദ്യ എന്ന് പറയുന്ന റോളിൽ കരഞ്ഞതിന്റെ പകുതി പോലും കരഞ്ഞ അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ചേച്ചിയുടെ ഫേവറേറ്റ് കോമഡി റോളുകളാണ്. അതിൽ തന്നെ വിഷ്ണു ലോകത്തിലെ കസ്തൂരി, കടിഞ്ഞൂൽ കല്യാണത്തിലെ ഹൃദയകുമാരി, ഇതൊക്കെ മലയാളികളെ ചിരിപ്പിച്ച അത്രയൊന്നും വേറൊരു ക്യാരക്ടറും ചിരിപ്പിച്ചിരുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് ഈ ഉർവശി ചിരി ഒരു 6 വർഷത്തെ ഗ്യാപ്പ് എടുത്തു. ഈ 6 വർഷത്തിന് ശേഷം ചേച്ചി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ചേച്ചിക്ക് കിട്ടിയത് ഒരു നാഷണൽ അവാർഡും ഒരു സ്റ്റേറ്റ് അവാർഡും ആയിരുന്നു. 2 മാസം സൈക്കിൾ ഓട്ടാണ്ട് ഞാൻ സൈക്കിൾ ഓട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് കാലിലൊരു പ്ലാസ്റ്ററും തലയിലൊരു സ്റ്റിച്ച്. ചേട്ടൻ ഇവിടെ ഏകദേശം എത്ര ബമ്പർ അടിച്ചിട്ടുണ്ട്? ഞാൻ 6 ബമ്പറും ഒരു ഗോൾഡൻ ബസർ അടിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് 5 സ്റ്റേറ്റ് അവാർഡും ഒരു നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡും കൂടി അടിച്ചെങ്കിൽ എന്റെ ഒപ്പം എത്തിയാനെ. അല്ല, എനിക്കിത് ഏകദേശം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന പോലത്തെ പരിപാടിയാണ്. ചേച്ചിയുടെ 8ാമത്തെ വയസ്സിലാണ് ചേച്ചിയുടെ കരിയർ തുടങ്ങുന്നത്. അന്ന് മുതലുള്ള ആ ഉർവശി ചിരി ഇന്നും ഇപ്പോഴും അതേ തലക്കത്തിൽ തന്നെയാണ് നിന്നു പോകുന്നത്. ഇതിനിടയ്ക്ക് കരിയർ തുടങ്ങിയവരുണ്ട്, കരിയർ അവസാനിച്ചവരുണ്ട്, കരിയർ അവസാനിപ്പിക്കേണ്ടി വന്നവരുണ്ട്, ഞങ്ങളെ പോലെ കരിയർ തുടങ്ങാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ എല്ലാം ഭാഗ്യത്തിന് ഈ ഉർവശി ചിരി, നമ്മുടെ മലയാളത്തിന്റെ ഉർവശി ചിരി, ഈ മഴവിലിന്റെ ബമ്പർ ചിരിയിൽ എത്തി നിൽക്കുകയാണ്. നമുക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ചേച്ചി. സ്നേഹാദരം.